രശ്മി ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. ഒരു കോടീശ്വരന്റെ ഏക മകളായി ജനിച്ച അവൾക്ക് ആഗ്രഹിച്ചതെല്ലാം സ്വന്തമായുണ്ടായിരുന്നു. സ്വർണത്തിന്റെ കൂടുകളിൽ ജീവിച്ച ഒരു കിളിയായിരുന്നു അവൾ. എന്നാൽ ആഡംബരത്തിന്റെ നടുവിലും രശ്മി സന്തോഷവതിയായിരുന്നില്ല. അവരുടെ ലോകം വലിയ ഗേറ്റുകളുള്ള വീട്ടിലും എപ്പോഴും കൂടെ വരുന്ന ഡ്രൈവറുടെ കാറിലും വിരസമായ കോളേജ് ക്ലാസുകളിലും മാത്രം ഒതുങ്ങി. സ്വാതന്ത്ര്യമെന്നത് അവൾക്കൊരു സ്വപ്നം മാത്രമായിരുന്നു. ഒരു ദിവസം കോളേജിലേക്ക് പോകുന്ന വഴിയിൽ അവരുടെ കാറ് കേടായി. രശ്മിയുടെ ഡ്രൈവർ കാറ് നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കോളേജിൽ പോകാൻ ഡ്രൈവർ ഉപദേശിച്ചു. രശ്മിക്ക് അത്ഭുതമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അവൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഓട്ടോ യാത്രയായിരുന്നു അത്. അവൾ ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോ ഡ്രൈവറുടെ പേര് വിനോദ് എന്നായിരുന്നു. മുഷിഞ്ഞ ഷർട്ടും പഴയ പാൻസുമായിരുന്നു അവന്റെ വേഷം. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം രശ്മി കണ്ടു. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർക്കിടയിലെ ലോകം വളരെ ചെറുതായി മാറി. തനിക്ക് ചുറ്റുമുള്ള ആർഭാടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ് വിനോദിൻ്റെതെന്ന് രശ്മി മനസ്സിലാക്കി. അവന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. എങ്കിലും അവനത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൊണ്ടുനടന്നു. ആദ്യ യാത്രയ്ക്ക് ശേഷം രശ്മി എല്ലാ ദിവസവും കോളേജിൽ പോകാൻ വിനോദിന്റെ ഓട്ടോറിക്ഷ വിളിക്കാൻ തുടങ്ങി. ആ യാത്രകൾ രശ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായി മാറി. അവർ ഒരുമിച്ച് ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്തു. പതിയെ പതിയെ അത് പ്രണയമായി മാറി. തന്റെ ജീവിതത്തിൽ ആദ്യമായി രശ്മി സന്തോഷം എന്താണെന്നറിഞ്ഞു. എല്ലാ ദിവസവും വിനോദിനെ കാണാനായി അവൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. രശ്മിയുടെ പ്രണയം അവൾക്കൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. ആർഭാടങ്ങളിൽ മാത്രം ഒതുങ്ങിയ ജീവിതത്തിൽ അവൾ ആദ്യമായി സ്വാതന്ത്ര്യത്തിന്റെ മധുരമറിഞ്ഞു. വിനോദിന്റെ കൂടെയുള്ള ഓരോ യാത്രയും അവൾക്ക് വിലയേറിയതായിരുന്നു. അവർ ഒരുമിച്ച് നഗരം ചുറ്റി, പുതിയ കടകൾ സന്ദർശിച്ചു, തെരുവു ഭക്ഷണങ്ങൾ കഴിച്ചു. ഈ ലളിതമായ സന്തോഷങ്ങൾ അവൾക്ക് സ്വന്തം വീട്ടിലെ വലിയ വിരുന്നുകളേക്കാൾ പ്രിയപ്പെട്ടതായി തോന്നി. വിനോദും രശ്മിയെ അത്രയധികം സ്നേഹിച്ചു. താൻ വെറുമൊരു ഓട്ടോക്കാരനാണെന്നോ അവളൊരു കോടീശ്വരിയാണെന്നോ ഉള്ള ചിന്തകൾ അവന്റെ മനസ്സിനെ അലട്ടിയില്ല. അവരുടെ സ്നേഹം സത്യസന്ധവും നിർമ്മലവുമായിരുന്നു. എന്നാൽ ഈ ബന്ധം രഹസ്യമായി കൊണ്ടുപോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ രശ്മി വിനോദിനോട് പറഞ്ഞു, "വിനോദ്, നമുക്കിതെല്ലാം വീട്ടിൽ അറിയിക്കണം." വിനോദിന്റെ മുഖത്തൊരു നിമിഷം പരിഭ്രമം നിഴലിച്ചു. "രശ്മി, നിന്റെ അച്ഛൻ സമ്മതിക്കുമോ?" "ഞാൻ വെറുമൊരു ഓട്ടോക്കാരനാണ്," അവൻ പറഞ്ഞു. "സത്യസന്ധമായ സ്നേഹത്തിന് ജാതിയോ മതമോ പണമോ തടസ്സമല്ല. എന്റെ അച്ഛനത് മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്," രശ്മി പറഞ്ഞു. രശ്മിയുടെ വാക്കുകൾ വിനോദിന് ധൈര്യം നൽകി. അടുത്ത ദിവസം അവർ രശ്മിയുടെ വീട്ടിലേക്ക് പോയി. വലിയ ഗേറ്റുകളും നീണ്ട വഴിത്താരകളും കണ്ട് വിനോദ് ഒന്ന് പകച്ചു. അവന്റെ ഉള്ളിൽ ചെറിയ പേടി തോന്നി. "പേടിക്കണ്ട വിനോദ്," രശ്മി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ ഹാളിലേക്ക് കടന്നു ചെന്നപ്പോൾ രശ്മിയുടെ അച്ഛൻ ഒരു സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. രശ്മി അച്ഛനെ വിനോദിന് പരിചയപ്പെടുത്തി. അച്ഛൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. "എന്താണ് നിനക്ക് വേണ്ടത്?" അച്ഛൻ വിനോദിനോട് കോപത്തോടെ ചോദിച്ചു. "എനിക്ക് രശ്മിയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു," വിനോദ് ധൈര്യത്തോടെ മറുപടി നൽകി. അയാളുടെ മറുപടി രശ്മിയുടെ അച്ഛനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. വിനോദിന്റെ മറുപടി രശ്മിയുടെ അച്ഛനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ധൈര്യത്തെക്കുറിച്ച് ഓർത്ത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "നിനക്കെന്താണ് ഇത്ര ധൈര്യം? എന്റെ മകളെ സ്വന്തമാക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്?" രശ്മിയുടെ അച്ഛൻ അലറി. വിനോദ് ശാന്തനായി നിന്നു. "സർ, പണമോ ജോലിയോ അല്ല യോഗ്യത. എന്റെ സ്നേഹം സത്യസന്ധമാണ്. അതുമാത്രമാണ് എനിക്കുള്ള യോഗ്യത." വിനോദിന്റെ വാക്കുകൾ രശ്മിയുടെ അച്ഛനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. "ഇവളെ ഞാൻ സ്നേഹിച്ചത് അവളുടെ പണമോ സ്ഥാനമോ കണ്ടിട്ടല്ല, അവളുടെ മനസ്സ് കണ്ടിട്ടാണ്. ഞങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ നിങ്ങളുടെ പണത്തിന് സ്ഥാനമില്ല," രശ്മി പറഞ്ഞു. "നിങ്ങളുടെ സ്നേഹത്തിന് എന്തു വിലയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം," എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ പേഴ്സ് എടുത്ത് വിനോദിന് നേരെ നീട്ടി. "ഒരു ഓട്ടോറിക്ഷക്കാരൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഞാൻ നിനക്ക് തരാം. ഇനി ഒരിക്കലും എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ നിനക്കൊരു ശല്യവും ഉണ്ടാകരുത്," അയാൾ പറഞ്ഞു. വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ വാക്ക് ഒരു കത്തി എന്ന പോലെ വിനോദിന്റെ ഹൃദയത്തിൽ തറച്ചു. തന്റെ സ്നേഹത്തിന് വിലയിടാൻ ശ്രമിച്ചപ്പോൾ അവൻ തകർന്നുപോയി. "എനിക്ക് പണമല്ല, രശ്മിയെയാണ് വേണ്ടത്. അത് നിങ്ങൾ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല," എന്ന് പറഞ്ഞു വിനോദ് ദുഃഖിതനായി പുറത്തേക്കിറങ്ങി. രശ്മി അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വിനോദ് ഓട്ടോറിക്ഷയിൽ കയറി വേഗത്തിൽ ഓടിച്ചുപോയി. രശ്മി അവിടെ തളർന്നുപോയി. "അവസാനിച്ചു, ആ നാടകം ഇവിടെ തീർന്നു," എന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ രശ്മി ഇത് കേട്ട് അലറിക്കരഞ്ഞു. തനിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. വിനോദ് പോയതിനുശേഷം രശ്മിക്ക് ആകെ തളർച്ച അനുഭവപ്പെട്ടു. അവൾ തന്റെ മുറിയിൽ ചെന്ന് വാതിലടച്ചു. പലതവണ വിനോദിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രശ്മിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ പ്രണയം പണത്തിന് മുന്നിൽ തകർന്നുപോയെന്ന് അവൾ വിശ്വസിച്ചു. രശ്മിയുടെ അച്ഛൻ രശ്മിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. "മോളെ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്ക് തന്നെ അറിയില്ല. ലോകം ഇങ്ങനെയൊക്കെയാണ്." രശ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "അച്ഛാ, പണത്തേക്കാൾ വലിയൊരു ലോകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സന്തോഷം വില കൊടുത്തു വാങ്ങാൻ അച്ഛന് കഴിയില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് എന്നെ ഈ സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത്?"
രശ്മിയുടെ വാക്കുകൾ അച്ഛന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. അയാൾക്ക് അവന്റെ മകളുടെ സങ്കടം കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു ഓട്ടോക്കാരനെ തന്റെ മരുമകനായി അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. രശ്മി വിനോദിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവൾ രഹസ്യമായി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിനോദിന്റെ വീട്ടിലേക്ക് പോയി. വിനോദിന്റെ വീട് വളരെ ചെറുതായിരുന്നു. അപ്രതീക്ഷിതമായി രശ്മിയെ കണ്ടപ്പോൾ വിനോദ് അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ രശ്മിയുടെ കണ്ണുകളിൽ നിറഞ്ഞു. "നീ എന്താ ഇവിടെ വന്നത് രശ്മി?" വിനോദ് ചോദിച്ചു. "എനിക്കറിയാം, ഞാൻ കാരണം നിനക്ക് സങ്കടമുണ്ടായി. അച്ഛൻ നിന്റെ സ്നേഹത്തിന് വിലയിട്ടു. എന്നാലും നീ എന്തിനാണ് എന്നെ ഒഴിവാക്കിപ്പോയത്?" രശ്മി ചോദിച്ചു. "രശ്മി, നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ നിന്റെ സ്നേഹത്തിന് വിലയിട്ടെങ്കിലും ഞാൻ എന്റെ മനസ്സ് തകർന്നുപോയില്ല. നീ എന്നെ ഒഴിവാക്കിപ്പോയതുകൊണ്ടാണ്. രശ്മി, നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു ജീവിതമുണ്ടാകണം. നിന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ വെറുമൊരു ഓട്ടോക്കാരനാണ്. എന്റെ ലോകം വളരെ ചെറുതാണ്. നിന്റെ സ്വപ്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോയത്. എന്റെ സ്നേഹം നിനക്ക് ബുദ്ധിമുട്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല." വിനോദ് കണ്ണീരോടെ പറഞ്ഞു. "എന്റെ ലോകം ചെറുതാക്കിയത് എന്റെ അച്ഛനാണ്. എന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയുന്നത് എന്റെ അച്ഛനല്ല, അതെനിക്കാണ്. എന്റെ സ്വപ്നം നീയാണ് വിനോദ്. എന്റെ സന്തോഷം നീയാണ്, പണമല്ല. അച്ഛൻ പറഞ്ഞത് ശരിയല്ല." രശ്മി പറഞ്ഞു. വിനോദ് അവളെ കെട്ടിപ്പിടിച്ചു. അവരുടെ സ്നേഹം കൂടുതൽ ദൃഢമായി. രശ്മി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവരുടെ അച്ഛൻ വളരെ ദേഷ്യത്തിലായിരുന്നു. "നീ എവിടെ പോയിരുന്നു? എന്തിനാണ് എന്നെ അനുസരിക്കാത്തത്?" അയാൾ കോപത്തോടെ ചോദിച്ചു. ശാന്തമായി രശ്മി പറഞ്ഞു. "അച്ഛാ, ഞാൻ വിനോദിന്റെ അടുത്തേക്ക് പോയിരുന്നു." അത് കേട്ടപ്പോൾ അച്ഛൻ നിശബ്ദനായി. മകൾക്ക് തന്നോടുള്ള സ്നേഹത്തേക്കാൾ വലുത് ആ ഓട്ടോക്കാരനാണെന്ന് അയാൾക്ക് തോന്നി. "എന്നാൽ ഞാനൊരു കാര്യം വ്യക്തമാക്കാം. ഈ വീട്ടിൽ ഇനി അവൻ കയറില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കണം." രശ്മി സങ്കടപ്പെട്ടു പറഞ്ഞു. "അച്ഛാ, നിങ്ങൾക്കിങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾ വിനോദിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. അവനൊരു ഓട്ടോക്കാരനാണ്. എന്റെ മകൾക്ക് അവനെയല്ല, നല്ലൊരു ഭാവിയാണ് വേണ്ടത്. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല." അച്ഛൻ കർശനമായി പറഞ്ഞു. രശ്മി തലകുലുക്കി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ വാക്കുകൾ അവളെ തളർത്തിക്കളഞ്ഞു. അച്ഛന്റെ വാക്കുകൾ രശ്മിയെ വേദനിപ്പിച്ചു. അവൾക്കിനി വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നി. അവൾ തന്റെ സാധനങ്ങൾ ഒരു ബാഗിലാക്കി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. "ഞാൻ പോകുന്നു അച്ഛാ," അവൾ പറഞ്ഞു. "നീ എങ്ങോട്ടാണ് പോകുന്നത്?" അച്ഛൻ ചോദിച്ചു. "വിനോദിന്റെ അടുത്തേക്ക്," അവൾ മറുപടി കൊടുത്തു. അവളുടെ മറുപടി അച്ഛനെ ഞെട്ടിച്ചു. "നിനക്ക് എന്റെ മകളായി ജീവിക്കണ്ടെങ്കിൽ ജീവിക്കണ്ട. പക്ഷെ നീ പോയാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല," അച്ഛൻ പറഞ്ഞു. രശ്മി ഒരു നിമിഷം ആലോചിച്ചു. അവൾക്ക് തന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ വിനോദിനെ ഒഴിവാക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പതുക്കെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൾ തിരിഞ്ഞു നോക്കിയില്ല. അവൾ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛൻ അവളെ തടയാൻ ശ്രമിച്ചില്ല. എന്നാൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രശ്മി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അവൾക്ക് സങ്കടവും ഭയവും തോന്നി. പക്ഷെ തന്റെ പ്രണയത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. അവൾ വിനോദിന്റെ വീട്ടിലേക്ക് നടന്നു. വിനോദിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് സന്തോഷവും സമാധാനവും തോന്നി. വിനോദ് അവളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. "രശ്മി, നീ എന്തിനാണ് വന്നത്? നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല," വിനോദ് ചോദിച്ചു. "വിനോദ്, എന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് കഴിയില്ല. എന്റെ സന്തോഷം നീയാണ്, പണമോ സ്ഥാനമോ അല്ല," രശ്മി പറഞ്ഞു. അവരുടെ വാക്കുകൾ വിനോദിനെ സന്തുഷ്ടനാക്കി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അവരുടെ സ്നേഹം കൂടുതൽ ദൃഢമായി. പിന്നീട് അവർ ജീവിതം തുടങ്ങി. രശ്മിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എങ്കിലും അവൾ സന്തോഷവതിയായിരുന്നു. വിനോദിന്റെ സ്നേഹം അവളെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ സഹായിച്ചു. ഒരു ദിവസം രശ്മിയുടെ അച്ഛൻ രശ്മിയെ കാണാൻ വന്നു. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. മകളുടെ സന്തോഷം കണ്ടപ്പോൾ അയാൾക്ക് തന്റെ തെറ്റ് മനസ്സിലായി. "മോളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ മകളുടെ സന്തോഷത്തേക്കാൾ പണത്തിന് പ്രാധാന്യം കൊടുത്തു. നിന്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് എന്റെ തെറ്റു മനസ്സിലായി," അച്ഛൻ കണ്ണീരോടെ പറഞ്ഞു. രശ്മി അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവരുടെ കുടുംബബന്ധം വീണ്ടും ശക്തമായി. രശ്മിക്ക് പണത്തേക്കാൾ സ്നേഹമാണ് വലുതെന്ന് മനസ്സിലായി. വിനോദിന്റെയും രശ്മിയുടെയും സ്നേഹം സത്യസന്ധവും നിർമ്മലവുമായിരുന്നു. രശ്മിയുടെ പ്രണയം വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു. വിനോദിന്റെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൾ വിലയേറിയതായി കണക്കാക്കി. അവരുടെ സ്നേഹത്തിന്റെ വില അയാളിടത്ത് ഇനി പണമായി മാറിയത് താൻ പറയാതെ പറയാൻ ശ്രമിക്കുകയായിരുന്നു.